30 വർഷം മുൻപ് തനിക്ക് അറിവ് പകർന്നു നൽകിയ ഗുരുവിനോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിക്കാൻ ആഫ്രിക്കയിൽ നിന്ന് ഫ്ലൈറ്റും പിടിച്ചു വന്ന ഒരു കോടീശ്വരൻ. കോഴിക്കോട് സ്വദേശിനിയും റിട്ടയർഡ് അധ്യാപികയുമായ സാവിത്രി ടീച്ചറെ കാണാനാണ് ബോട്സ്വാനയിൽ നിന്ന് ശിഷ്യൻ ഫ്രാൻസിസ്കോ ഖൊബെക്കോ ആയിരക്കണക്കിന് മൈലുകൾ താണ്ടിയെത്തിയത്. സാവിത്രി ടീച്ചറുടെ പിറന്നാൾ ദിനമായ ജൂലൈ 6-നായിരുന്നു ഈ അപൂർവ സംഗമം. ബോട്സ്വാനയിൽ മകനും കുടുംബത്തിനുമൊപ്പം താമസിക്കാൻ പോയ അനുജത്തി ശൈലജയോട് സാവിത്രി ടീച്ചർ തന്റെ പഴയ ശിഷ്യനെപ്പറ്റി പറഞ്ഞിടത്താണ് തുടക്കം. ശൈലജ ടീച്ചർ ചേച്ചിയുടെ ശിഷ്യനെ കണ്ടു. മിസസ് സാവിത്രിയെ കാണാനുള്ള ആഗ്രഹം ഫ്രാൻസിസ്കോ പങ്കുവച്ചു. എന്നാൽ പിന്നെ അത് ജന്മദിന സമ്മാനമാവട്ടെ എന്ന് അവർക്കിടയിൽ തീരുമാനമായി. അങ്ങനെയാണ് ഫ്രാൻസിസ്കോ കേരളത്തിലെത്തുന്നത്. 30 വർഷം മുൻപ് ബോട്സ്വാനയിൽ കണക്ക് അധ്യാപികയായിരുന്ന സാവിത്രി ടീച്ചറുടെ ശിഷ്യനായിരുന്നു ഫ്രാൻസിസ്കോ. അന്ന് കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ ഒരു സാധാരണ കുട്ടി ഇന്ന് പക്ഷേ വലിയ നിലയിലാണ്. തന്റെ ജീവിത വിജയത്തിന് കാരണം സാവിത്രി ടീച്ചർ അന്ന് നൽകിയ അകമഴിഞ്ഞ സ്നേഹവും സഹാനുഭൂതിയും സഹായവും ഒപ്പം അച്ചടക്കവുമാണെന്ന് ഫ്രാൻസിസ്കോ വിശ്വസിക്കുന്നു. പഠനത്തിൽ മാത്രമല്ല ജീവിതത്തിലും തനിക്ക് വഴികാട്ടിയത് ടീച്ചറാണെന്ന് ഫ്രാൻസിസ്കോ. തന്റെ ഗുരുവിനെ നേരിൽ കണ്ട് നന്ദി പറയാൻ വിമാന ടിക്കറ്റ് എടുത്ത് നേരെ കേരളത്തിലേക്ക് എത്താൻ ഫ്രാൻസിസ്കോ മടിച്ചില്ല. ഈ അപൂർവ സംഗമം കണ്ടു നിന്നവരുടെ എല്ലാം കണ്ണു നിറച്ചു. കർക്കശക്കാരിയായ ഒരു അധ്യാപികയായിരുന്നു സാവിത്രി എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. എന്നാൽ അത്തരം ശാസനകൾ പോലും ആ ഗുരു ശിഷ്യ ബന്ധത്തെ എത്രത്തോളം ദൃഢമാക്കി എന്നതിന്റെ ഉദാഹരണമാണ് ഈ സംഭവം. സാവിത്രി ടീച്ചറുടെ സഹോദരന്റെ മകനുമായി നടത്തിയ ഒരു വീഡിയോ കോളിലൂടെയാണ് സന്തോഷ വാർത്ത കുടുംബം അറിഞ്ഞത്. മനീഷ്, ഒരു സർപ്രൈസ് ഉണ്ട്, വീഡിയോ കോളാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സാവിത്രി ടീച്ചർ തന്റെ പ്രിയ ശിഷ്യൻ ഫ്രാൻസിസ്കോയെ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തിയപ്പോഴാണ് പ്രിയപ്പെട്ടവരും ഈ അപൂർവ സ്നേഹബന്ധം അറിയുന്നത്. സാവിത്രിക്ക് 2 പെൺമക്കളാണ്. അവരെ നല്ല നിലയിൽ വിവാഹം കഴിച്ച് അയച്ച ശേഷം ബോട്സ്വാനയിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിച്ചത് രോഗശയ്യയിലായിരുന്ന ഭർത്താവിന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു. പണമാണോ എന്റെ അനുഗ്രഹമാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അനുഗ്രഹമാണ് വലുതെന്ന് പറഞ്ഞ് ടീച്ചർ ബോട്സ്വാനയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് തിരിച്ചു. അമ്മയുടെ അന്ത്യനിമിഷങ്ങളിൽ അവർക്കൊപ്പമുണ്ടായി. തന്റെ ശിഷ്യൻ നല്ല നിലയിൽ എത്തുന്നത് കാണുന്നതിലാണ് ഒരു അധ്യാപികയുടെ ജീവിത സാഫല്യമെന്ന് സാവിത്രി ടീച്ചർ ഈ സംഭവത്തിലൂടെ തെളിയിക്കുന്നു. എത്രയോ ദൂരം താണ്ടി ഗുരുവിനെ തേടിയെത്തിയ ഈ ശിഷ്യൻ ഗുരുശിഷ്യ ബന്ധത്തിന്റെ പവിത്രതയ്ക്ക് ഒരു ഉദാഹരണവുമാണ്.